അല്ല അനുജ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എന്നോട് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, എവിടെയാണ് നമുക്ക് പ്രധാനമന്ത്രിയുടെ ഒരു ഒളിച്ചുകളി ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രി, നമ്മളെല്ലാവരും നിരുപാധികം പിന്തുണ കൊടുക്കുകയാണ്. നമ്മുടെ ദേശീയ ഐക്യത്തിൻ്റെ പ്രശ്നമല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന തീവ്രവാദ ശക്തികളുടെ ആക്രമണത്തിനെതിരായി നിലപാടെടുക്കണം എന്നത് പൊതുവികാരമാണ്, പൊതുനിലപാടാണ്. ഇവിടെ എന്തിനാണ് പ്രൈം മിനിസ്റ്റർ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ നിന്ന് ബോധപൂർവം ആദ്യം ഒരു ദിവസം മാറി നിന്നു, രണ്ടാമത്തെ ദിവസം വീണ്ടും മാറി നിൽക്കുകയാണ്? മനസ്സിലായില്ലേ? ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പരസ്യമായി ഈ വിഷയത്തിൽ ഞാനാണ് ഇതെല്ലാം പരിഹരിച്ചത്, ഞാനാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആൾ എന്ന് പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അവിടുത്തെ പിയൂണിനെ വിട്ടല്ല. രണ്ട് രാജ്യങ്ങളുടെ തലവന്മാർ തമ്മിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണമെന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹിക്കും. അവിടെ ഞാൻ വക്താവിനെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ എംബസി സെക്രട്ടറിയെ വിട്ടിട്ടുണ്ട്, ഹൈക്കമ്മീഷണറെ വിട്ടിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ ശ്രീജിത് പണിക്കർ ന്യായീകരിച്ചോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ അപഹസിക്കുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പെരുമാറുമ്പോൾ അവിടെ ക്രിയാത്മകമായ നിലപാട് പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടാവണം. അതുണ്ടാകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ പിന്നെ അടച്ചിട്ട മുറിയിലാണ് ചർച്ച ചെയ്യേണ്ടതെങ്കിൽ അവിടെ നമ്മുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയം പൊതുസംവാദത്തിന് ഇട നൽകാൻ പാടില്ല. അത് വേണമെങ്കിൽ ഞാൻ യോജിക്കാം. പക്ഷേ ആ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി സന്നിഹിതരാകുന്നില്ല. അതിനെന്താണ് മറുപടി? ഇന്ത്യയുടെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള സോഫിയ ഖുറൈഷിക്കെതിരെ അവരെ വളരെ മോശമായി ഭീകരവാദികളുടെ സഹോദരിയാണ് തിരിച്ചടിക്കാൻ വിട്ടതെന്ന് അർത്ഥത്തിൽ ഒരു മന്ത്രി പ്രതികരിക്കുമ്പോൾ അതിനെ വാൺ ചെയ്യേണ്ടതാരാ? താക്കീത് ചെയ്യേണ്ടതാരാ? അതിനെ നടപടിയെടുക്കേണ്ടതാരാ? അവിടെ നിലപാട് കോടതി ഇടപെട്ടിട്ടുണ്ട്. സിആറിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കോടതി ഇടപെട്ടിട്ടുണ്ട്, കേസെടുക്കാൻ പറഞ്ഞു. കോടതിയുടെ നടപടി വന്നിട്ടുണ്ട്, മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് അതൊക്കെ മനസ്സിലാക്കുന്നു. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കോടതിയുടെ ഇടപെടലിന് കാത്തു നിൽക്കണോ? ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്നു കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഉദ്യോഗസ്ഥയെ സമൂഹ മധ്യത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി അപഹസിക്കുമ്പോൾ അതിന് കോടതി നടപടിക്ക് കാത്തിരിക്കണോ അനുജ? കാത്തിരിക്കണം. APCRന്റെ റിപ്പോർട്ട് നിങ്ങൾ കണ്ടോ? ഈ 8-ാം തീയതി വരെയുള്ള നടപടിക്രമങ്ങൾ രാജ്യത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കെതിരെ, പാകിസ്ഥാനെതിരെ നമുക്ക് നിലപാടെടുക്കാമെന്നേ, തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാം. പക്ഷേ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന ആളുടെ ജാതിയും മതവും ചൂണ്ടിക്കാണിച്ച് ആക്രമിക്കുന്ന രാഷ്ട്രീയം ഇവിടെ ഉയർത്തുമ്പോൾ അതിനെ വാൺ ചെയ്യണ്ടേ? താക്കീത് നൽകണ്ടേ? അത് നിർത്തിക്കണ്ടേ? അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? നമ്മുടെ രാജ്യത്ത്, ഞാനതാണ് ആദ്യം തന്നെ പറഞ്ഞത്, മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും മാത്രമായി 184 കേസുകളാണെന്ന്, 3 കൊലപാതകങ്ങളടക്കം സംഘപരിവാർ സംഘടനകൾ നടത്തിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഒത്താശയോടെ. 45 കേസ് മാത്രം നടന്നിരിക്കുന്നത് UP-ൽ മാത്രമാണെന്ന്. മനസ്സിലായില്ലേ? അകത്ത് രാജ്യത്തിനകത്ത് നടക്കുന്ന ഒരു സെക്കൻഡ് അനുജ, അല്ല ഒരു സെക്കൻഡ് പറയൂ. അല്ല, ഞാൻ വിചാരിച്ചു എന്നിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിനകത്തുള്ള സംഘർഷങ്ങൾ നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. രാജ്യത്തിന് പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ പുറത്തു പറയേണ്ടതേ, പത്രസമ്മേളനം നടത്തേണ്ടതേ. ഓൾ പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ വന്ന് ചെയർ ചെയ്ത് മറുപടി പറയാൻ ബാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രിക്കില്ലേ? ഇന്ത്യയിലെ സർവ്വ രാഷ്ട്രീയക്കാരെയും ബോധ്യപ്പെടുത്താൻ, രാഷ്ട്രീയ പാർട്ടിയെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമില്ലേ? അത് പത്രസമ്മേളനം നടത്തി പറയണമെന്നല്ലോ പറയുന്നത്. ആ ഇന്റേണൽ മീറ്റിംഗിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗിൽ അതിൽ പങ്കെടുക്കാൻ എന്തിനാണ് ഒളിച്ചോടുന്നത്?